എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ടെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ പൈലായ ഈ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പ്രണയം വളരെ മധുരമുള്ളതാണ്, വളരെ പ്രണയമുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പ്രണയത്തിൽ ഒരുപാട് കാൽപ്പനികതകളുണ്ട്. പക്ഷേ നിങ്ങളെ എതിർക്കുന്ന ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവർ നിങ്ങളെ പ്രണയിപ്പിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിലുണ്ടാകുന്നു. പലപ്പോഴും അവർ നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകളാണ്, നിങ്ങളുടെ അഭ്യുതകാംക്ഷികളാണെന്നുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവർ നിങ്ങളെ ഉപദ്രവിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അവരുടെ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലത് നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വെറുപ്പാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടോ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ചിലതൊക്കെ നഷ്ടപ്പെടുമെന്നാണ് അവർ കരുതുന്നത്. ഒരുപക്ഷെ നിങ്ങളിലോ നിങ്ങളുടെ വ്യക്തിയിലോ ഉള്ള സ്വാധീനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ അവർ നിങ്ങളെ എതിർക്കുകയാണ്. പ്രണയത്തെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. പ്രണയം അതെന്നും നിലനിൽക്കും. ആരൊക്കെ പ്രണയത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തോൽക്കുന്നതല്ല പ്രണയം. പ്രണയത്തിന് അതിൻ്റേതായ ചില ശക്തികളുണ്ട്. അത് ചിലപ്പോൾ ഉരുക്കിനേക്കാൾ ശക്തിയുള്ളതായിട്ട് നമുക്ക് കാണപ്പെടും. നാം നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഉള്ളത് പറഞ്ഞതും ഇല്ലാത്തത് പറഞ്ഞാലും പ്രണയത്തെ തകർക്കാൻ കഴിയില്ല. അതതിൻ്റെ ആ ധാരണയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എതിർക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടുമെന്നല്ലാതെ അതിന് മറ്റൊന്നും സംഭവിക്കുന്നില്ല. അത് ആത്മാർത്ഥമാണെങ്കിൽ പ്രത്യേകിച്ച് അതുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്ക് നാളെ ചിലപ്പോൾ ഇതെല്ലാം മോശമായിരുന്നു, വേണ്ടായിരുന്നു എന്ന് തോന്നുമായിരിക്കും ചില നിമിഷങ്ങളിൽ. എങ്കിലും ആ പ്രണയത്തെ ആയിരിക്കും നിങ്ങളും ആ വ്യക്തിയും പിന്താങ്ങുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രണയം സംരക്ഷിതമായൊരു പ്രണയമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിലും അത് വിജയിക്കാൻ പോകുന്നില്ല. ആത്യന്തം നിങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ഒന്നും പരാജയപ്പെടുകയില്ല. നിങ്ങളുടെ വ്യക്തി പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടേതായൊരു ലോകമുണ്ട്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രണയം തകരില്ല. ഇതായിട്ട് രണ്ടാമത്തെ ഈ പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിരവധി പ്രതിബന്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പ്രതിബന്ധങ്ങളുടെ ഇടയിലാണ് നിങ്ങളുടെ ഇഷ്ടവും ജീവിതവും സംഭവിക്കുന്നത്. കരുത്തുറ്റ ഒരു ജീവിതമാണെങ്കിലും ഇടയ്ക്ക് അലോസരങ്ങൾ സൃഷ്ടിക്കാൻ പല ആളുകളും മാറി മാറി വരുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഭിന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹമുള്ളതുകൊണ്ട് ആ സ്നേഹവും അത് പരാജയപ്പെടുന്നില്ല. അത് തകരാതെ തളരാതെ നിൽക്കുകയാണ്. പക്ഷെ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ശ്രമങ്ങൾ അവർ പലപ്പോഴായിട്ട് നിർത്തി പോയിട്ടുണ്ട്. പിന്നെ പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം നിങ്ങളെ ഒരുമിപ്പിക്കാതിരിക്കലാണ്. പക്ഷെ അത് വിജയിക്കില്ല എന്നുള്ളത് അവരറിയുന്നില്ല. അപ്പം വരുന്നവർ വിചാരിക്കും ഇപ്പോൾ ഈ ഇഷ്ടത്തെ, ഈ സ്നേഹത്തെ, ഈ ബന്ധത്തെ തകർക്കാമെന്ന്. പക്ഷെ അതൊക്കെ വ്യാമോഹങ്ങളായിട്ട് മാറുകയാണ്. മുകളിലുള്ളൊരു ശക്തി നിങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് ചില ശക്തമായ അച്ചുതണ്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അച്ചുതണ്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടവും പ്രണയവും വഴിമാറിപ്പോവില്ല. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഈശ്വരൻ ആ ശക്തി നൽകിയില്ലായിരുന്നെങ്കിൽ എപ്പോഴേ നിങ്ങൾ രണ്ടായി കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിപ്പോഴും നിങ്ങൾ രണ്ടാകാതെ നിൽക്കുന്നത് ഈശ്വരൻ നൽകിയ ആ ദിവ്യമായ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി എന്നെന്നും നിലനിൽക്കും. കാരണം ആത്മാർത്ഥതയുടേതായൊരു തലം നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. എത്ര വഴക്കിട്ടാലും എത്ര പിണങ്ങിയാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അതുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പിരിയേണ്ടി വരില്ല, നിങ്ങൾക്ക് രണ്ടാകേണ്ടി വരില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നെന്നും ഒരുമിച്ച് നിൽക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ രണ്ടെന്ന ഭാവമില്ലാതെ നിങ്ങൾ
നിറഞ്ഞു നിൽക്കുകയാണ്. ഈശ്വരൻ നൽകിയൊരു അനുഗ്രഹമാണ്. ആ ശക്തി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ചില പ്രവർത്തനങ്ങളും അതിലുണ്ട്. നിങ്ങളെന്നും ഒന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിരുന്നു. അവർ നിങ്ങൾ രണ്ടായി കഴിഞ്ഞാൽ, വഴക്കിട്ടാൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നുണ്ടായിരുന്നു. അവരുടെ രഹസ്യമായും പരസ്യമായുള്ള പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ പ്രാർത്ഥനകളുടെ തണലിൽ നിങ്ങൾ എന്നെന്നും ഒരുമിച്ചുണ്ടാകും. നിങ്ങളുടെ പ്രണയത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പലപ്പോഴും വരുമ്പോഴും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ സൗന്ദര്യമായി മാറുകയാണ് നിങ്ങളുടെ പ്രണയത്തിൽ. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ യോജിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശത്രുക്കൾ വിചാരിക്കും നിങ്ങളിപ്പോൾ രണ്ടായി തീരും, ഇപ്പോൾ പിരിയും, ഇപ്പോൾ തകർന്നടിയും. പക്ഷേ അത് അതിൻ്റെ സൗന്ദര്യങ്ങളായിട്ട് മാറുകയാണ്. അത് അതിൻ്റെ മാറ്റൊലിയായി മാറുകയാണ്. നിങ്ങൾ എന്നെന്നും ഒരുമിച്ചുണ്ടാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.